Good afternoon, all. Welcome to Civil 360 IAS Academy. Today onwards, Civil 360 IAS Academy is starting a new initiative. Okay, ഇന്ന് മുതൽ ഹിന്ദു ന്യൂസ് പേപ്പർ ട്രിവാൻഡ്രം എഡിഷൻ്റെ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് വുഡ് ബി ഗിവൺ ഇൻ മലയാളം. മലയാളത്തിൽ ഇനി മുതൽ ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിൻ്റെ ഡിസ്കഷൻ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇനി മുതൽ ഇംഗ്ലീഷിലോട്ടോ ഇംഗ്ലീഷ് വീഡിയോ കണ്ടും ഹിന്ദി വീഡിയോസ് ഒന്നും കണ്ട് അത്രയധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഡെയിലി ആഫ്റ്റർനൂൺ we would give the newspaper discussion in Malayalam. Okay, and also this would be your one-stop solution for current affairs preparation because നമ്മൾ ഈ നോട്ട് മീൻസ് കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട് ഓൾസോ would be given in Civil 360യുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. Just scan this QR code and join the telegram channel. Okay, മാത്രമല്ല ഒരു എക്സ്ട്രാ ഒരു ഇനീഷ്യേറ്റീവും കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ആഫ്റ്റർ ദ ക്ലാസ് വി വുഡ് ഗീവ് എ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയതിന് ശേഷം ഞങ്ങൾ തന്നിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 24 ഹവറിനുള്ളിൽ ആ ആൻസർ വാല്യൂ ചെയ്ത് അയച്ചിരിക്കുന്ന ഇമെയിൽ ഐ ഡി ഏതാണോ അതിലോട്ട് തിരിച്ചയക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ദിസ് വുഡ് ബി യുവർ വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ യുവർ കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. ഓക്കെ, ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേയ്സ് ഡിസ്കഷൻ. നമുക്ക് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസസിൻ്റെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ VBG റാംജി. ഓക്കെ, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ പുതിയൊരു പേരാണ് MGNREGയുടെ പേരൊക്കെ മാറ്റി VBG റാംജി എന്നാക്കിയിട്ടുണ്ട്. ടു ഓഫർ മിനിമം 300 എ ഡേ. അതായത് ഇനി മുതൽ VBG റാംജി അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതി വഴി പോകുന്ന നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മിനിമം വേതനം വുഡ് ബി 300 rupees, 300 രൂപയായിരിക്കും. ഓക്കെ, ദെൻ അതാണ് ആ ന്യൂസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US സ്റ്റാൻഡ്സ് വേൾഡ് ബാങ്ക് ക്ലൈമറ്റ് ഫൈനാൻസ് ടാർഗറ്റ്സ്. അതായത് വേൾഡ് ബാങ്ക് ഒരു ഇനീഷ്യേറ്റീവ്സ് നടത്തിയിരുന്നായിരുന്നു. ഒരു 35% അല്ലെങ്കിൽ 45% ഓഫ് ദെയർ ഫണ്ടിങ് വുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ക്ലൈമറ്റ് ഫൈനാൻസിങ്. ക്ലൈമറ്റ് ഫൈനാൻസിന് വേണ്ടി യൂസ് ചെയ്തിരുന്നു. എന്നാൽ US പ്രഷർ കാരണം, US ഗവൺമെന്റിന്റെ പ്രഷർ കാരണം ദിസ് പ്രോജക്റ്റ് അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പോവാം. ഈ ഒരു ടാർഗറ്റ് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതിനകത്ത് കുറച്ച് കീവേഡ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്ന്. ജസ്റ്റ് ഹെഡ്ലൈൻസ് മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. Then yes or no, government must respect the decision making of ഗ്രാമസഭാസ്. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഗ്രാമസഭാസ് വർക്കിംഗ് ഉണ്ട്. നമ്മുടെ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് കാരണം പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വന്നിട്ടുണ്ട്, ഗ്രാമസഭാസ് വന്നിട്ടുണ്ട്. എന്നാൽ ഇവരുടെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഓക്കെ, നടക്കാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ കാരണങ്ങളൊക്കെ മീൻസ് ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഒരു ആർട്ടിക്കിളിലുള്ളത്. ദെൻ അടുത്തത് ദ യൂണിഫൈഡ് പോളിസി ആർക്കിടെക്ചർ ഫോർ ഇന്ത്യ എനർജി ഫ്യൂച്ചർ. വി നീഡ് ടു സെക്യൂർ ദ എനർജി സെക്യൂരിറ്റി. അല്ലേ, നമുക്ക് എനർജി സെക്യൂരിറ്റി വേണം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇതിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫോസിൽ ഫ്യൂൾസിൻ്റെ ആണെങ്കിലും റിന്യൂവബിൾ എനർജിയുടെ കേസിലാണെങ്കിലും വി ഷുഡ് ഹാവ് എ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് എനർജി ടു മീറ്റ് അവർ ഡിമാൻഡ്സ്. അല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിനായി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനായി ഒരു പുതിയൊരു പോളിസി പ്രപ്പോസലുമായിട്ട് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ന്യൂസിൽ ഉണ്ടാകുക. ദെൻ അവർ കർബിംഗ് യങ് അഡൾട്ട്സ് ഓൺ സോഷ്യൽ മീഡിയ. അതായത് ഈ അടുത്ത് UK 16 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ആക്സസിബിൾ അല്ലാത്തതായിരിക്കും. ഓക്കെ, ഇനി മുതൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ ലഭിക്കില്ല. ഇതുപോലെ ഒരുപാട് ഇനീഷ്യേറ്റീവ് മറ്റു രാജ്യങ്ങൾ ലൈക്ക് ഓസ്ട്രേലിയ ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. സോ അതിന്റെ എഫക്റ്റീവ്നെസ് ശരിക്കും അത് എഫക്റ്റീവ് ആകുമോ എന്നതിനെ കുറിച്ചാണ് ഈ ന്യൂസിൽ പറയുന്നത്. ദെൻ ഓവർ 99% ഓഫ് ദ ബർത്ത് ഡെത്ത്സ് രജിസ്റ്റേർഡ് ഇൻ 2024. അതായത് CRF ഡാറ്റ വന്നിട്ടുണ്ട്. CRF ഡാറ്റ പ്രകാരം നമ്മുടെ 2024 എത്രത്തോളം ഡെത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ബർത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആക്ച്വലി ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഈ ഒരു ന്യൂസ് ജസ്റ്റ് ഒരു ഡാറ്റയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും ഒക്കെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ന്യൂസാണ്. അതിൽ കുറച്ച് ഡാറ്റാസ് ഉണ്ട്, അതൊന്ന് ഓർത്ത് വെക്കുക. ലൈക്ക് ചൈൽഡ് സെക്സ് റേഷ്യോ ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ദെൻ നമുക്ക് ഓരോരോ ന്യൂസുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ദ VBG റാംജി ടു ഓഫർ മിനിമം 300 എ ഡേ. അതായത് ഈ MGNREGA എന്ന് പറയുന്ന സ്കീമിന്റെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി, അതിന്റെ പേര് മാറ്റി നമ്മൾ എന്താ ചെയ്തു, വികസിത് ഭാരത് റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ
ഗ്രാമീൺ 2025 പുതിയൊരു ആക്ട് കൊണ്ടുവന്നിട്ട് MGNREGA റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ആക്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ്. പക്ഷെ ന്യൂസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഈ VBG റാംജിയുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ മിനിമം 300 രൂപ വേണം ഒരു ദിവസത്തെ വേതനമായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 300-ന് താഴെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഉയർത്തണം, ഓക്കെ എന്ന് പറയുന്ന ന്യൂസാണ്. ഇപ്പൊ കറന്റ്ലി 21 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് പേയിങ് വേജസ് ബിലോ 300. അതായത് 21 സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആക്ച്വലി 300 രൂപയ്ക്ക് താഴെയാണ് ഒരു ദിവസത്തെ അവരുടെ വേതനമായി കൊടുത്തിരുന്നത്. അപ്പൊ അതിന് കൂട്ടണം. ദെൻ എന്തൊക്കെ മേജർ റിവിഷൻസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. കുറച്ച് ഡാറ്റാസ് ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോവാം. അതായത് ഇപ്പൊ ഉത്തർപ്രദേശ് ഈ ഒരു ഇനീഷ്യേറ്റീവ് വന്നതുകൊണ്ട് തന്നെ ഒരു 48 രൂപ കൂട്ടിയിട്ടുണ്ട്. പിന്നെ തന്നെ ബീഹാർ കൂട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഡാറ്റാസ് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ഹരിയാനയാണ് നിലവിൽ ഇപ്പോൾ VBG റാംജിയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹരിയാനയാണ്. 409 രൂപയാണ് ഡെയിലി ഇവർക്ക് ലഭിക്കുന്നത്. ഞാൻ കേരളം അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉണ്ട്, 401 കൊടുക്കുന്നുണ്ട്. ഞാൻ സെക്കൻഡ് ഗോവയാണ്, തേർഡ് കേരള. ഏറ്റവും കുറവ് വേതനം കൊടുക്കുന്നത് ദാറ്റ് ഈസ് തെലങ്കാന, 308 രൂപയെ കൊടുക്കുന്നുള്ളൂ, ഓക്കെ ഡെയിലി വേജ് ആയിട്ട്. ദെൻ കുറച്ച് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഞാൻ തെലങ്കാന കൊടുക്കുന്നു, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇത് കൊടുക്കുന്നു. പിന്നെ ദാദ്ര ആൻഡ് നഗർ ഹവേലിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല, കാരണം അവർ ഓൾറെഡി 300 രൂപയ്ക്ക് കൂടുതലാണ് കൊടുത്തിരുന്നത്. ഇതുപോലുള്ള ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ന്യൂസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ഡെയിലി വേജ് കൊടുക്കുന്നത് ആരാണെന്ന് ഓർത്ത് വയ്ക്കുക, ഏറ്റവും കുറവ് ആരാണെന്ന് ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് ഓക്കെ. ദെൻ നമുക്ക് ഈ VBG റാംജിയും മുന്നുണ്ടായിരുന്ന MGNREGയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. എന്ത് മാറ്റമാണ് ഈ VBG റാംജി MGNREGയിൽ നിന്നും കൊണ്ടുവന്നേക്കുന്നത്? ഓക്കെ, ഒന്നാമത്തെ കേസ് പേര് മാറ്റി, ഓക്കെ. ദെൻ വന്ന ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2006 MGNREGA വന്നത്, 2026 അതായത് 20 വർഷത്തിന് ശേഷം നമ്മൾ അതിന്റെ പേരൊക്കെ മാറ്റി പുതിയത് കൊണ്ടുവന്നു. ദെൻ ആദ്യം MGNREGയുടെ കീഴിലാണെങ്കിൽ 100 ദിവസമായിരുന്നു നമുക്ക് ഒരു വർഷം മിനിമം 100 ദിവസം നമ്മൾ വർക്ക് കൊടുക്കണം എന്നുള്ള ഒരു റൈറ്റ് ആയിരുന്നു, വർക്ക് വേണം എന്നുള്ള റൈറ്റ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. മിനിമം 100 ദിവസം അൺസ്കിൽഡ് ലേബർ. എന്നാൽ ഈ 100 ദിവസം 125 ദിവസമായിട്ട് VBG റാംജിയിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് പണ്ട് മിനിമം വേജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നില്ല MGNREGയിൽ, പക്ഷെ ഇപ്പോൾ നമുക്ക് മിനിമം വേജ് ഉണ്ട്, ഓക്കെ. മിനിമം വേജ് ഉണ്ട്, 300 രൂപ മിനിമം വേജ് ആണ്. ദെൻ ഇത് ആക്ച്വലി ഇതിന്റെ നേച്ചർ എന്ന് വെച്ചാൽ റൈറ്റ് ബേസ്ഡ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആയിരുന്നു. അതായത് നമുക്ക് റൈറ്റ് ആണ്, നമുക്ക് ജോലി കൊടുക്കണം, ജോലി വേണം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ആയിരുന്നു. അപ്പൊ അത് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്കീമായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലോട്ട് നോക്കുന്നത്, ജോലി മാത്രം കൊടുക്കല്ല, നമ്മൾ വി ആർ ക്രിയേറ്റിംഗ് സം ഡ്യൂറബിൾ അസറ്റ്സ്, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്ററി അലോക്കേഷൻസ് അനുസരിച്ച് നമ്മൾ പൈസ കൊടുക്കും, മീൻസ് ജോലി അലോക്കേറ്റ് ചെയ്യുന്നു. ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ പ്രൈമറി ഒബ്ജക്റ്റീവ് പറഞ്ഞ പോലെ തന്നെ വേജ് എംപ്ലോയ്മെന്റ് ആൻഡ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി. ഇവിടെ നമുക്ക് വേജ് എംപ്ലോയ്മെന്റും ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി മാത്രം പ്രൊവൈഡ് ചെയ്യുകയല്ല, മാത്രം ഡ്യൂറബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടാക്കാം. ദാറ്റ് മീൻസ് ഡ്യൂറബിൾ ആയിട്ടുള്ള അസറ്റ്സ് എന്താ? ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വഴി പ്രകാരം നമുക്ക് ഒരു വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കനാൽ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ഇതുപോലെ ഡ്യൂറബിൾ ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡ്യൂറബിൾ സിസ്റ്റംസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് VBG റാംജിയുടെ ഒരു ഫോക്കസ് ആണ്, ഒബ്ജക്റ്റീവ് ആണ്. ഇത് ഡിമാൻഡ് ഡ്രിവൻ എംപ്ലോയ്മെന്റ് ആയിരുന്നു, ഡിമാൻഡ് അനുസരിച്ചായിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ഡിമാൻഡ് ചെയ്യും, ദെൻ എന്ത് ചെയ്യും, വിത്തിൻ ഒരു 14 ഡേയ്സിനുള്ളിൽ നമുക്ക് ജോലിയൊക്കെ ഗവൺമെന്റ് തന്നിരുന്നു. ദെൻ ഇവിടെ ആക്ച്വലി നമ്മൾ ഡിമാൻഡ് ഡ്രിവനിൽ നിന്ന് മാറ്റിയിട്ട് ആക്ച്വലി റൂറൽ എംപ്ലോയ്മെന്റ്, ഡിമാൻഡ് അനുസരിച്ച് ജോലി കൊടുക്കാന്നല്ല, റൂറൽ എംപ്ലോയ്മെന്റിന് ഹെൽപ്പ് ആകുന്ന, അല്ലെങ്കിൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റിൽ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ആകുന്ന രീതിയിൽ ജോലി കൊടുക്കാം. ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ടെക്നോളജി, പണ്ട് ഡിജിറ്റൽ ടെക്നോളജി ഉണ്ടായിരുന്നു. DBT എന്താ, ഡയറക്റ്റ് ബാങ്കിലോട്ടുള്ള ട്രാൻസ്ഫർ, ഓക്കെ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അതായത് ബാങ്കിലോട്ടായിരുന്നു ഡയറക്റ്റ് പൈസ പോകുന്നത്, അതായത് മീൻസ് കറപ്ഷനൊക്കെ ഒഴിവാക്കാനായിട്ട്. ഇവിടെയും ഈ പറഞ്ഞ ഡിജിറ്റൽ ഗവേണൻസ് യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി അധികം യൂസ് ചെയ്ത് ട്രാൻസ്പാരൻസിയും ഈവൻ പ്ലാനിങ്ങും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഗവേണൻസ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, ദിസ് ഈസ് എ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ MGNREGA ആൻഡ് VBG റാംജി. ഇത് കുറച്ചും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ദിസ് എ ഗ്രേറ്റർ എംഫസിസ് ഓൺ ദ ഡ്യൂറബിൾ കമ്മ്യൂണിറ്റി അസറ്റ്സ്
livelihood enhancement, technology-driven implications, and transparency and accountability. But there are some criticism. First criticism എന്ന് പറഞ്ഞാണെങ്കിൽ ഈ ഡിമാൻഡ് ഡ്രിവൻ റൈറ്റ് ടു വർക്ക് അല്ല. നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് വർക്ക് കൊടുക്കുക എന്നതല്ല, ആവശ്യത്തിനനുസരിച്ച് വർക്ക് കൊടുക്കുക എന്ന് പറയും. അതായത് ആ റൂറൽ ഏരിയയിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ അവരുടെ പ്ലാനിങ്ങിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെന്റിനനുസരിച്ച് വേണം നമ്മൾ വർക്ക് കൊടുക്കുക. അല്ലാണ്ട് ഡിമാൻഡ് അനുസരിച്ചല്ലേ ഇതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഒരു ഇതുണ്ടായിരുന്നു പണ്ട് നമ്മൾ ഇതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ MGNRGയിൽ 90:10 ആയിരുന്നു സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള ബഡ്ജറ്ററി എന്താ പറയുക അല്ലെങ്കിൽ ഫണ്ടിങ്ങിനെ ഡിവൈഡ് ചെയ്ത് പോയിരുന്നത്. ഇപ്രാവശ്യം തൊട്ട് 60:40 എന്നും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ 100 രൂപ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ 60 രൂപ സെൻട്രൽ ഗവൺമെൻറ്, 40 രൂപ എന്തായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലുമായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് ന്യൂസ് എന്താണെന്ന് നോക്കാം. ദ സെക്കൻഡ് ന്യൂസ് ഇൻ ഹെഡ്ലൈൻ ഇതാണ്: US stands വേൾഡ് ബാങ്ക്സ് ക്ലൈമറ്റ് ഫൈനാൻസ് ടാർഗറ്റ്സ്. അതായത് World Bank has decided to drop its climate finance target following the pressure from the United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഒരു പ്രഷറിൻ്റെ കാരണം വേൾഡ് ബാങ്ക് ഒരു ഇനീഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ ക്ലൈമറ്റ് ഫൈനാൻസിന് വേണ്ടി ഫണ്ടും കാര്യങ്ങളൊക്കെ ഒരു ടാർഗറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുമ്പോൾ then also talks about the extent, but it has extended its climate action plan. Okay, climate change action plan, CCAP. ഇത് എക്സ്റ്റെൻഡ് ചെയ്തെന്നും പറയുന്നതാണ് ന്യൂസ്. ഇങ്ങനെയാണ് ന്യൂസ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കീവേഡ്സും കാര്യങ്ങളൊക്കെ ഇത് കുറച്ചും കൂടി ഡെപ്തിലോട്ട് നോക്കി വെക്കാം. അതായത് ഈ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 ലോഞ്ച് ചെയ്തേക്കുന്നതായിരുന്നു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റഗ്രേറ്റിംഗ് ക്ലൈമറ്റ് ആക്ഷൻ ടു ദ ഡെവലപ്മെന്റ് ഫൈനാൻസിങ്. അതായത് നമ്മളൊരു ഡെവലപ്മെന്റ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ലെൻഡിങ് പ്രൊജക്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 35% ആക്ച്വലി ക്ലൈമറ്റ് ചേഞ്ച് റിഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലൈമറ്റിന് ഹെൽപ്പ് ആകുന്ന രീതിയിൽ ആ ഫണ്ട് യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. ഓക്കെ, നമ്മൾ ലെൻഡിങ്ങും കാര്യങ്ങളൊക്കെ വേൾഡ് ബാങ്ക് കൊടുക്കുന്നു. അതിലൊരു 35% എന്ത് നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, ക്ലൈമറ്റ് കോ ബെനിഫിറ്റ്സ്. ഓക്കെ, അത് പിന്നീട് കൂട്ടി 45% ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ 35%, 45% ക്ലൈമറ്റ് ഫിനാൻസ് ടാർഗറ്റ്സ് എല്ലാം ഉപേക്ഷിച്ചു. ഓക്കെ, എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ബാങ്കിലുള്ള പൈസ ആക്ച്വലി വി നീഡ് ടു യൂസ് ഇറ്റ് ഫോർ പോവർട്ടി റിഡക്ഷൻ, എക്കണോമിക് ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിങ്, ഇത്തരം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ആ പൈസ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലാണ്ട് പ്രോപ്പർലി നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ട് ക്ലൈമറ്റ് ഫൈനാൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് യുഎസിന്റെ പ്രഷർ കാരണമാണ് ഈ പറഞ്ഞ പോലെ വേൾഡ് ബാങ്ക് ഇത് ഉപേക്ഷിച്ചു. ആൻഡ് വേൾഡ് ബാങ്കിന്റെ അപ്രോച്ചിലും ചെറിയൊരു വ്യത്യാസം വന്നു. അതായത് ഇൻപുട്ട് ബേസ്ഡ് ടാർഗറ്റിൽ നിന്ന് ഔട്ട്കം ബേസ്ഡ് ഡെവലപ്മെന്റിലോട്ടും സ്മാർട്ട് ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ ബിൽഡ് ചെയ്യാൻ ഇനി മുതൽ വേൾഡ് ബാങ്ക് ശ്രമിക്കും. അതായത് നമ്മൾ കുറെ പൈസ കൊടുക്കുക എന്നത് മാത്രമല്ല, നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ടോ. ഒരു ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് മൈറ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആക്ച്വലി കുറെ പൈസ കൊടുക്കുക എന്നതിലല്ല, മറിച്ച് അതിന് ഔട്ട്കം ഉണ്ടോ. ഔട്ട്കം ഉണ്ടെങ്കിൽ ഔട്ട്കം അനുസരിച്ച് നമ്മൾ കൊടുക്കും പൈസ. ഓക്കെ, നല്ല സ്മാർട്ട് ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ഒക്കെ ആയിരിക്കും ഇത് വേൾഡ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. പക്ഷെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ്, ഇങ്ങനെ ഒരു ടാർഗറ്റ് ഒക്കെ ഒരു 35%, 45% ഒക്കെ ഇതിന് ടാർഗറ്റ് ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് സം പ്രോബ്ലംസ്. ബട്ട് ഇന്ത്യയിൽ തന്നെ മേജറായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ വേൾഡ് ബാങ്കിന്റെ കീഴിൽ ക്ലൈമറ്റ് ചേഞ്ച് മൈറ്റിഗേഷന് വേണ്ടി റൺ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എഫക്റ്റഡ് ആവും. ഓക്കെ, ഇനി ആ ടാർഗറ്റ് ഉപേക്ഷിക്കും, ഇതൊക്കെ എഫക്റ്റഡ് ആവും. ലൈക്ക് സോളാർ പാർക്സ് ആൻഡ് റൂഫ് ടോപ്പ് സോളാർ, ഗ്രീൻ ഹൈഡ്രജൻ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രികൾച്ചർ, മാംഗ്രോ റീസ്റ്റോറേഷൻ, ഇതുപോലെയുള്ള ക്ലൈമറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു വേൾഡ് ബാങ്കിന്റെ. അപ്പൊ ഇങ്ങനെ ഒരു ടാർഗറ്റ് അത് ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം ബാധിക്കുന്നു. ഓക്കെ, ദിസ് ഇസ് ജസ്റ്റ് എ ന്യൂസ്. അത്ര അധികം പറയാനില്ല എന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിയുക. ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ പ്ലാനെ കുറിച്ച് അറിയാം. കുറച്ചും കൂടി ഡെപ്തിലോട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് ബൈ പ്രൊമോട്ടിംഗ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് പോവർട്ടി റിഡക്ഷൻ. അതായത് നമ്മൾ പോവർട്ടി റിഡക്ഷന് വേണ്ടിയിട്ടും എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി ഫണ്ടിങ് ഒക്കെ നടക്കുമ്പോഴും ഇത് ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ റിഡ്യൂസ് ചെയ്യണം എന്ന മെയിൻ ഒബ്ജക്റ്റീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പറഞ്ഞ പോലെ ക്ലൈമറ്റ് ചേഞ്ച് ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യസ് കൺസേൺസ് ഒക്കെ പറഞ്ഞു. ഇത്ര കാര്യങ്ങൾ ആ ന്യൂസിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളൂ. ഓക്കെ,
നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് വന്നേക്കാം. റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ ദ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി സർവീസിന്റെ പ്രകാരം ഒരു റിപ്പോർട്ട് വന്നു. അതായത് നമ്മുടെ ഗ്രാമസഭാസ് പ്രോപ്പർ ആയിട്ടുള്ള ആക്ച്വലി ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഗ്രാമസഭയിൽ അതായത് ഗ്രാമസഭ നടത്തുമ്പോൾ അതിൽ ശരിക്കും അതെങ്ങനെയാണ് നടത്തേണ്ടത് അതുപോലെയല്ല നടക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് അതല്ല ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ലൈക്ക് നമ്മൾ ഒരു പ്രോബ്ലം ലോക്കൽ ഇഷ്യൂസ് ഒക്കെ സംസാരിച്ചത് സോൾവ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഗ്രാമസഭ ബിൽഡ് ചെയ്തേക്കുന്നത്. എന്നാൽ ഗ്രാമസഭ ജസ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ഏതൊക്കെയാണോ അവരെ തിരഞ്ഞെടുക്കാനും ഇവർ ഇതൊക്കെയാണെന്നൊക്കെ പറയാനും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ ആക്ച്വലി അവിടുത്തെ ലാൻഡ് ലോഡ്സ്, ഓക്കെ, നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറയുമ്പോൾ ലാൻഡ് ലോഡ്സ് അവിടുത്തെ മെയിൻ ആൾക്കാരൊക്കെ വന്നിട്ട് അവരുടേതായിട്ടുള്ള ഒരു ലെഷർ ടൈമിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. തന്നിരിക്കുന്ന സമയം പ്രോപ്പറായിട്ട് അത് യൂസ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ടുള്ള ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഇഷ്യൂസ് നോട്ട് ഡിസ്കസിങ് ഇൻ ഗ്രാമസഭ മീറ്റിംഗ്. ഇതിനെ കുറിച്ചാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലോ പാർട്ടിസിപ്പേഷൻ ആണെന്നാണ് പറയുന്നത്. ഓൺലി 18 to 28% ഓഫ് റെസ്പോണ്ടൻസ് അറ്റൻഡ് ദ ഗ്രാമസഭ മീറ്റിംഗ്. ശരിക്കും അറ്റൻഡ് ചെയ്യണേണ്ട ഒരു 18 മുതൽ 28% വരെയുള്ള ആൾക്കാരെ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ ഗ്രാമസഭാസ്. ഓക്കെ, ഗ്രാമസഭാ മീറ്റിംഗ്സ്. പിന്നെ ഇവർക്ക് ലോ അറ്റൻഡൻസ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. ഒരു ഗ്രാമസഭയിൽ വന്നിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെയും ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് അവർക്കില്ല. പിന്നെ ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ മീറ്റിംഗ് ഫോർമാലിറ്റീസിനെ കുറിച്ചും അവർക്ക് അവയർനെസ് ഇല്ല. അതായത് മീറ്റിങ്ങിനെ കുറിച്ചിട്ടും ഇവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് സാധാരണ ജനങ്ങൾക്ക് അവയർനെസ് ഇല്ല. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു സിറ്റി ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർക്ക് അറിയാൻ പറ്റും ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൺ. പക്ഷെ ഒരു സാധാരണ ഒരു കർഷകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാധാരണ റൂറൽ ലേബറെ സംബന്ധിച്ച് വാട്ട് ഈസ് ഗ്രാമസഭ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അതിന് ഇമ്പോർട്ടൻസ് അവർക്ക് അവെയർ, അതിനെക്കുറിച്ച് ഇമ്പോർട്ടൻസിനെ കുറിച്ച് അവർ അവെയർഡ് അല്ല. ഓക്കെ, ദെൻ ഷിഫ്റ്റ് ഫ്രം ഡെലിബറേഷൻ ടു കംപ്ലൈൻസ്. പ്രശ്നങ്ങളാണോ പറയുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ഗ്രാമസഭ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദെയർ ടൈം ഇൻ ഐഡന്റിഫൈങ് ദ ബെനിഫിഷ്യറീസ് ഫോർ ഗവൺമെന്റ് സ്കീംസ്. അതാണ് ഇപ്പം മെയിനായിട്ട് നടക്കുന്നത്. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എന്തിനാണ് റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ ജലശക്തി റിലേറ്റഡ് ആയിട്ട് ജലശക്തി അഭിയാൻ അല്ലാന്നുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ജലശക്തിയുടെ കീഴിൽ എന്തെങ്കിലും സ്കീം കൊണ്ടുവരുന്നത് വിചാരിക്കാം. ആ സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ് അതൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ഗ്രാമസഭ യൂസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അപ്ലോഡിംഗ് മീറ്റിംഗ് ഡീറ്റെയിൽസ് ഓൺ ദ NREGA സോഫ്റ്റ് പോർട്ടൽ ആൻഡ് നിർണയ്. അതായത് ഈ നിർണയ് ആപ്പ് എന്ന് പറയുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നിർണയ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രാമസഭയിൽ നടക്കുന്നത് എന്താണ്, ഗ്രാമസഭാ മീറ്റിങ്ങിൽ എന്തൊക്കെ നടക്കുന്നു അത് ഡിജിറ്റലൈസ് ചെയ്യാം. ലൈക്ക് അവർ എത്ര മണി തൊട്ട് എത്ര മണി വരെ മീറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൽ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ എന്താ ചെയ്തത്, ഓക്കെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്ര തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഗ്രാമസഭാ മീറ്റിംഗ്സിൻ്റെ എല്ലാ കാര്യവും ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഒരു ആപ്പാണ് നിർണയ ആപ്പ്. ഓക്കെ, ഈ ആക്ച്വലി നിർണയ ആപ്പിന്റെ ആവശ്യങ്ങൾക്ക് മാത്രമേ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഗ്രാമസഭയിൽ ഒട്ടുമിക്ക സമയം ഈ ഡിജിറ്റലായിട്ട് അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ മീറ്റിംഗ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാനും അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു, അല്ലാണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഓക്കെ, ദിസ് ഈസ് എഫക്റ്റിംഗ് ദ ലോക്കൽ ഡെമോക്രസി. ഓക്കെ, the limited local governance. Only 30% of the meeting time is spent for identifying local issues. അതായത് ആ ഗ്രാമത്തിൽ നടക്കുന്ന ഇഷ്യൂസ് സോൾവ് ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള ഗ്രാമസഭ, എന്നാൽ ഓൺലി 30% ഓഫ് ദ ടൈം ഈസ് സ്പെൻഡിങ് ഫോർ ദാറ്റ്. ഓൺലി 4% ഈസ് ഡിവോട്ടഡ് ഫോർ ദ ഡിസ്കസിങ് സൊല്യൂഷൻ. ഇഷ്യൂ ഡിസ്കസ് ചെയ്തിട്ട് ഇഷ്യൂ പറഞ്ഞ ശേഷം അതിന്റെ സൊല്യൂഷന് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നത് ആകെ ഉള്ളതിന്റെ 4% മാത്രം. ഓക്കെ, പിന്നെ എന്തിനാണ് ഗ്രാമസഭ ആക്ച്വലി സോൾവ് ചെയ്യേണ്ടത്? ദെൻ ഫിനാൻഷ്യൽ ഓട്ടോണമിയിൽ ഇത്തിരി പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഇത് ഓൾറെഡി സ്റ്റാറ്റിക് പോർഷൻ്റെ ഭാഗമായിട്ട് പഠിക്കും. അതായത് ആക്ച്വലി നമ്മുടെ ഡെവല്യൂഷൻ ഓഫ് പവർ ആക്ച്വലി പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ ഇത്രയും ലിസ്റ്റിൽ നിന്ന് ഇത്രയും സബ്ജക്ട്സിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഞ്ചായത്ത് രാജിന് അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അധികാരം കൊടുത്തിട്ടുള്ളൂ. ആ അധികാരം വെച്ചിട്ട് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള റവന്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് സ്വന്തമായിട്ട് വരുമാനം കുറവാണ്, ടാക്സും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പൊ ദേ ആർ ആക്ച്വലി ഡിപ്പെൻഡിങ് ഓൺ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഗ്രാൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഈ ഗ്രാൻസ് ആകട്ടെ എന്തിനാ വരുന്നത്? ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് ഗ്രാൻസ് വരുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഫോർ ഇംപ്ലിമെന്റിങ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്കീം എന്തെങ്കിലും കൊണ്ടുവരുന്നത്, അല്ലാതെ മറ്റു രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കില്ല.
ലൈക്ക് ഇപ്പൊ ഡ്രിങ്കിങ് വാട്ടറോ സാനിറ്റേഷനോ മിഷൻ അമൃത് സരോവറോ സ്വച്ഛ് ഭാരത് മിഷനോ ഇതുപോലുള്ള എന്തെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് പ്രയോറിറ്റീസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് ഗ്രാൻഡ്സിനെ ഇവർ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് വേറെ സോഴ്സ് ഒന്നും അവർക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുമില്ല. അപ്പൊ അതിന്റെ ഫംഗ്ഷനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ദെൻ എക്സ്ക്ലൂഷൻ ഓഫ് വൾണറബിൾ ഗ്രൂപ്പ്സ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രാമസഭാ മീറ്റിംഗ് നടക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിൽ ആളെ സംബന്ധിച്ച് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. കാരണം അപ്പം ആൾക്കൊന്നും ജോലി ഉണ്ടാവും, എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിക്കായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ച് ജോലിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം അവർക്ക് പൈസയില്ല. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാമസഭ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവർ ജോലിയിലേക്ക് പോകും. അപ്പൊ അവസാനം അത്യാവശ്യം പൈസ ഉള്ള ആൾക്കാർ, മീൻസ് ലാൻഡ് ലോഡ്സ് ആകട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാക്ടേഴ്സ് ആകട്ടെ, ഇവരൊക്കെ ഒരു ലെഷർ ടൈം പോലെ വന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് അഫക്റ്റിംഗ് ദ വൾണറബിൾ ഗ്രൂപ്പ്സ്. ഓക്കെ, ദീസ് ആർ ദ പ്രോബ്ലംസ് മെൻഷൻഡ് ഇൻ ദിസ് ആർട്ടിക്കിൾ. ഓക്കെ, ദീസ് ആർ ദ പ്രോബ്ലംസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ. നമുക്ക് കുറച്ചും കൂടി ഈ ടോപ്പിക്കിൽ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കാം. ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും ബാക്കിയുണ്ടെന്ന് നോക്കാം. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് എന്ത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലയിൽ വന്നിരിക്കുന്നത് പാർട്ട് 9 വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഈ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു നമ്മൾ എന്ത് പഞ്ചായത്ത് എക്സ്റ്റൻഷൻസ് പ്ലസ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആക്ട്, അതായത് പെസ ആക്ട് 1996. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേഗം പറഞ്ഞു പോകാം, മീൻസ് വേഗം നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. നിർണയ ആപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിർണയ ആപ്പിനെ കുറിച്ച് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം ഈ നോട്ടിൻ്റെ അകത്തുണ്ട്. ഓക്കെ, പെസ ആക്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾഡ് പാർട്ട് 9 പ്രൊവിഷൻസ് ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഇതിന് കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 243 പ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ദിസ് എക്സ്ക്ലൂഡ്, അതായത് എന്ത് ഈ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എക്സ്ക്ലൂഡ് ഷെഡ്യൂൾഡ് ഏരിയാസ് ഫ്രം ദ ഓട്ടോമാറ്റിക് ആപ്ലിക്കേഷൻ ഓഫ് പാർട്ട് 9 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പാർട്ട് 9 അതായത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓട്ടോമാറ്റിക്കലി ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എന്ത് അപ്ലൈ ചെയ്യില്ല എന്ന് ഓൾറെഡി ആർട്ടിക്കിൾ 243 പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തൊരു ആർട്ടിക്കിൾ 243 4B പറഞ്ഞേക്കാണ് ഇനി ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാർലമെന്റ് ഒരു ആക്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നും പറഞ്ഞു വെച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് പാർലമെന്റ് ഒരു ആക്ട് കൊണ്ടുവന്നത്, എന്ത് പെസ ആക്ട് ഫോർ ഇംപ്ലിമെന്റിംഗ് ദ പഞ്ചായത്തി രാജ് പ്രൊവിഷൻസ് ഇൻ ദ 5th ഷെഡ്യൂൾഡ് ഏരിയാസ്. 5th ഷെഡ്യൂൾഡ് ഏരിയാസ് ആണ് ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് കൊടുക്കാനായിട്ട്. ഇപ്പൊ നിലവിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പെസ ആക്ട് അപ്ലൈ ചെയ്യപ്പെടുന്നത് ഈ 10 സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ടാണ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, തെലങ്കാന ഈ സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് മാത്രമേ ഇപ്പൊ പെസ ആക്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. പിന്നെ പെസ ആക്ട് 5th ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ടാണ് പറ്റുന്നത്. 6th ഷെഡ്യൂൾഡ് ഏരിയാസ് അതായത് ഏതൊക്കെയാണ് അസം, മേഘാലയ, മിസോറാം, ത്രിപുര. നമ്മളിങ്ങനെ ഷോർട്ട് ഫോമിൽ പഠിക്കാറില്ലേ AMMT. ഇവിടെ വേറൊരു കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടേക്കല്ല 5th ഷെഡ്യൂൾഡ് ഏരിയാസിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ പ്രോബ്ലം ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസും നമ്മൾ ഗ്രാസ് റൂട്ട് ആയിട്ടുള്ള ഡെമോക്രസി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നത്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. ഓക്കെ, ഇപ്പൊ ഡെലിബറേറ്റീവ് ഡെമോക്രസി പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ബ്യൂറോക്രാറ്റിക് ഓവർസൈറ്റ് മാത്രം നടക്കുന്നുള്ളൂ. കംപ്ലയൻസ് ബേർഡൻസ് നടക്കുന്നുള്ളൂ. നത്തിങ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പെസ ആക്ട് നടപ്പിലാക്കിയത് എന്തിനൊക്കെയാണ് ഈ ട്രൈബൽ ഏരിയാസിലെ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ആക്ച്വലി കൂടുതൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതുപോലും പല കാരണങ്ങളാൽ അത് ഓവർ റൈഡ് ചെയ്തുക, അതായത് പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ നടക്കാണ്ട് ബ്യൂറോക്രസി യൂസ് ചെയ്തിട്ട് ഇവരുടെ ഡിസ്കഷൻ ഒഴിവാക്കിയിട്ട് ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് റീഡ് ദിസ് നോട്ട്. ഓക്കെ, എക്സ്ട്രാ ഡീറ്റെയിൽസ് എല്ലാം ഈ നോട്ട്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then a unified policy architecture for India's energy future. അതായത് the Indian National Science Academy INSA has proposed a policy for ensuring the energy security, affordability, sustainability and self-reliance. Okay, ഈ പ്രപ്പോസ്ഡ് പോളിസിയിലെ പറയുന്നതാണ് ഒരു യൂണിഫൈഡ് നാഷണൽ എനർജി ഫ്രെയിംവർക്ക്. ചുരുക്കി പറഞ്ഞ ഒന്നുമില്ല,
അതായത് നമുക്ക് എനർജി സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കിപ്പോൾ എനർജി ഡിമാൻഡ്, ഇലക്ട്രിസിറ്റി ഡിമാൻഡ്, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഡിമാൻഡാണ് നമുക്ക്. സോ നമുക്ക് നമ്മളായിട്ട് സെക്യൂർഡ് ആണ്, ഒരു എനർജി സെക്യൂരിറ്റി ഉള്ള ഒരു രാജ്യമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ആക്ച്വലി എനർജി സെക്യൂർഡ് ആകണം? കാരണം നമുക്ക് ഇന്ത്യക്ക് ഓൾറെഡി കുറേ ടാർഗറ്റ്സ് ഉണ്ട്. 2070 ആകുമ്പോഴത്തേനും നെറ്റ് സീറോ കാർബൺ എമിഷൻ നമ്മൾ അച്ചീവ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ UNFCCCയുടെ കോപ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ NDC നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷനിൽ ഒന്നാണ്. പഞ്ചാമൃതം എന്നൊക്കെ പഠിക്കാറുണ്ട് നമ്മൾ. ഓക്കെ, സ്റ്റാറ്റിക് പോർഷനിൽ പഠിക്കുന്നതാണ്. അതിലൊരു ടാർഗറ്റ് ആണ് 2070 ആകുമ്പോഴത്തേനും നെറ്റ് സീറോ നമ്മൾ അച്ചീവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ 2047 ആകുമ്പോഴത്തേനും എനർജി സെൽഫ് റിലയൻറ്റ് ആകണം എന്ന് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഷുഡ് ഇംപ്ലിമെന്റ് സം പ്രോഗ്രാംസ്. ഓക്കെ, ഇൻ എ പെർട്ടിക്കുലർ എങ്കിൽ മാത്രമേ നമുക്ക് അത് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ എനർജി ഡിമാൻഡ് ഭയങ്കര കൂടുതലാണ്. അർബനൈസേഷനും ഇൻഡസ്ട്രിയലൈസേഷനും മറ്റ് എക്കണോമിക് ഗ്രോത്തും കാരണം നമുക്ക് എനർജി ഡിമാൻഡ് ഈസ് വെരി വെരി ഹൈ. ദെൻ റൈസിംഗ് ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി ലൈക്ക് സോളാർ, വിൻഡ്, ഇവരുടെയൊക്കെ എനർജിയുടെ കോൺട്രിബ്യൂഷൻസ് വളരെയധികം കൂടുന്നുണ്ട്. അത് നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണം. സോ ബിക്കോസ് ഓഫ് ദീസ് റീസൺസ് വി ഷുഡ് പ്രോപ്പർലി യൂട്ടിലൈസ് അവർ എനർജി പ്രോഗ്രാംസ്, എനർജി സെക്യൂരിറ്റി പ്രോഗ്രാംസ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ഫ്രെയിം ചെയ്യണം എന്ന് പറയുന്നത്. ദെൻ ഇപ്പം നിലവിലെ കറണ്ട് സ്റ്റാറ്റസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ വി ഹാവ് എ നിയർ യൂണിവേഴ്സൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. അതായത് ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് റിന്യൂവബിൾ എനർജി, അതായത് 2015 നമുക്ക് 40 GW ഓഫ് റിന്യൂവബിൾ എനർജി ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ 2025 ആയപ്പോൾ, 2015 440 GW ആയിരുന്നു, 2025 ആയപ്പോഴേക്കും 260 GW ഓഫ് റിന്യൂവബിൾ എനർജിയാണ് നമ്മുടെ കപ്പാസിറ്റി. ഓക്കെ, ഇതുപോലെ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ദെൻ എങ്കിലും വി ആർ കണ്ടിന്യൂസ്ലി ഡിപ്പെൻഡിങ് ഫോർ ഇമ്പോർട്ട്സ്. അതായത് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസിനും ക്രിട്ടിക്കൽ മിനറൽസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ നമ്മുടെ സോവറിനിറ്റിനെ ഇത് ആക്ച്വലി ബാധിക്കുന്നുണ്ട്. അപ്പോൾ എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം. ദ പ്ലാൻ ഷുഡ് ഫോളോ ദിസ് 4 pillars. 4 pillars എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഈസ് അഡക്യൂസി. നമുക്ക് എനർജി സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പല സോഴ്സിൽ നിന്നും, ആക്ച്വലി റിന്യൂവബിൾ എനർജി ആയിക്കോട്ടെ, നോൺ റിന്യൂവബിൾ എനർജി ആയിക്കോട്ടെ, അവിടെ നിന്നെല്ലാം നമുക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആണ് എന്ന് നമുക്ക് ആദ്യം ഉറപ്പുവരുത്തണം. സോ അഡക്വസി, അതായത് റിലയബിൾ ആൻഡ് ഡൈവേഴ്സിഫൈഡ് എനർജി സപ്ലൈ നമ്മൾ ആദ്യം ഉറപ്പുവരുത്താം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഡൊമസ്റ്റിക് പ്രൊഡക്ഷനും മോഡേൺ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ ആദ്യം ഉറപ്പുവരുത്താം. സോ നമ്മൾ ആക്ച്വലി അഡക്വസി ഉറപ്പുവരുത്താം. ദെൻ ആക്സസിബിലിറ്റി ഉറപ്പുവരുത്താം. അതായത് ഏത് സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിലും, റൂറൽ ഏരിയയിലാണെന്നുണ്ടെങ്കിലും, അർബൻ ഏരിയയിലാണെങ്കിലും, റിമോട്ട് ഏരിയാസിലാണെങ്കിലും, ഹിൽ ഏരിയാസിലാണെങ്കിലും, അവർക്ക് എല്ലാവർക്കും ആക്സസിബിലിറ്റി നമ്മൾ ഉറപ്പുവരുത്തും. അടുത്തത് അഫോർഡബിലിറ്റി. അതായത് ഇപ്പോൾ പാവം വീക്കർ സെക്ഷൻസ് ഉണ്ടാവും, അതായത് എക്കണോമിക്കലി സോഷ്യലി ആൻഡ് വീക്കർ സെക്ഷൻസ് ഉണ്ടാവും. ഇവർക്കൊക്കെ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ എനർജി സെക്യൂരിറ്റി പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ അപ്രോപ്രിയേറ്റ് സസ്റ്റൈനബിലിറ്റി. വി ഷുഡ് കൺസിഡർ എ ബാലൻസ് ബിറ്റ്വീൻ ദ എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ ഇക്വിറ്റി ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഒരു എനർജി സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഒക്കെ കൊണ്ടുവരുമ്പോൾ, ലൈക്ക് അഡക്വസി, accessibility, then affordability and sustainability. These 4 things should be considered. Okay. Then key recommendations ഒക്കെ നോക്കാം. എന്തൊക്കെയാണ് recommendations, എന്തൊക്കെ നമ്മൾ ചെയ്യണം ഈ ഫ്രെയിം വർക്ക് ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തണമെങ്കിൽ? ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ കോർഡിനേറ്റഡ് അപ്രോച്ച്. അതായത് ഇപ്പം ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ആകട്ടെ, ഓയിൽ ആൻഡ് ഗ്യാസ് ആയിക്കോട്ടെ, റിന്യൂവബിൾ എനർജി ആയിക്കോട്ടെ, എമർജിംഗ് ഫ്യൂൾസ് ആയിക്കോട്ടെ, ഇവിടെ എല്ലാം വർക്ക് ചെയ്യുന്ന ഏജൻസീസ് എല്ലാം തമ്മിലൊരു കോർഡിനേറ്റഡ് ആക്ഷൻ വേണം. അല്ലാണ്ട് എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല. ദെൻ സ്ട്രെങ്തൻ ദ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്. അതായത് നമുക്ക് എനർജി ഉണ്ട്, എനർജി ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് ലോസ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പഴയ ടെക്നോളജീസ്, പഴയ വയറുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എനർജി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഹീറ്റിന്റെ രൂപത്തിൽ അത് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കണം. ദെൻ എനർജി സ്റ്റോറേജ്. നമുക്ക് ഒരുപാട് സോളാർ എനർജി ഒക്കെ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ബാറ്ററി എനർജി സിസ്റ്റംസ് ഒന്നും നമുക്കില്ല. ഓക്കെ, അത് ഉറപ്പുവരുത്തണം. ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തണം. ഗ്രീൻ ഹൈഡ്രജൻ, ബയോ എനർജി, കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ്.
ഇതൊക്കെ നമ്മൾ സ്റ്റാറ്റിക് പോർഷനിൽ പഠിക്കുന്നതാണ്. എന്താണ് CCUS എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കൂടുതൽ ഉറപ്പുവരുത്താം. അങ്ങനെയാകുമ്പോൾ നമുക്ക് എനർജി സെക്യൂരിറ്റി ഒക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞേക്കുന്ന കേസുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിനകത്ത് 2 സ്കീമിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് സ്കീമിനെ കുറിച്ച് അറിയാം. സ്കീംസ് ആർ ഗെറ്റിംഗ് ഇമ്പോർട്ടൻസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അതിൽ ഒന്നാമത്താണ് സൗഭാഗ്യ സ്കീം. എനർജി സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്ന 2 സ്കീമാണ്. ഒന്ന് സൗഭാഗ്യ സ്കീമും പിന്നെ PM ഉജ്വല സ്കീം എന്ന് പറയാം. സൗഭാഗ്യ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിന്റെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രധാനമന്ത്രി സഹജ് ബിജ്ലി ഹർ ഘർ യോജന. അതായത് പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ ഇലക്ട്രിസിറ്റി, അവരുടെ വീടുകളിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, അത് വീട്ടിലുള്ള എല്ലാവരുടെ വീട്ടിലും ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്ന ഒരു സ്കീമാണ്. ഓക്കെ, അണ്ടർ ദ മിനിസ്ട്രി ഓഫ് പവർ 2017 ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിന്റെ മേജർ പ്രൊവിഷൻസ് ഒക്കെ പറയാം. ഇതെന്തിനാ? ലാസ്റ്റ് മൈൽ ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി. അതായത് എവിടെയുള്ള ആൾക്കാരാണെങ്കിലും, ഏത് ടെറൈനിലുള്ള ആൾക്കാരായിക്കോട്ടെ, റൂറൽ ഏരിയ ആയിക്കോട്ടെ, പിന്നെ ഹിൽ ഏരിയയിലായിക്കോട്ടെ, ഐലൻഡിലുള്ള ആൾക്കാരായിക്കോട്ടെ, അപ്പൊ അവരെ എല്ലാവർക്കും ലാസ്റ്റ് മൈൽ ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി നമ്മൾ ഉറപ്പുവരുത്തും എല്ലാവർക്കും അവൈലബിൾ ആണെന്നും, അതുപോലെ തന്നെ 24/7 ഇലക്ട്രിസിറ്റി ആക്സസും ഉറപ്പുവരുത്തുന്നു. ഇത് ആക്ച്വലി ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ആർക്കും? ടു ദ പുവർ ഹൗസ് ഹോൾഡ്സ് ഐഡന്റിഫൈഡ് അണ്ടർ സോഷ്യോ എക്കണോമിക് കാസ്റ്റസ്. അത് 2011 സെൻസസ് പ്രകാരം നമുക്ക് പുവർ സെക്ഷൻസ് ആരൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് അവർക്ക് ഇത് ആക്ച്വലി ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ഇത് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും വർക്കിംഗ് ആണ്. ഇനൊരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക, ദാറ്റ് ഇസ് ഒരു റിമോട്ട് ഏരിയ ആണ്, അതൊരു ഹിൽ ഏരിയ ആണെന്ന് വിചാരിക്കുക. അവിടേക്ക് ആക്ച്വലി ഇലക്ട്രിസിറ്റി വയറുകളൊന്നും വലിച്ച് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല, കണക്ഷൻ എത്തിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്യും? അവിടെ ഒരു ഫോട്ടോ വോൾട്ടായിക്, അതായത് സോളാർ ഫോട്ടോ വോൾട്ടായിക് സിസ്റ്റം ഉണ്ടാകും അവിടേക്ക് മാത്രമായിട്ട്. അവിടെ നിന്നിട്ട് എനർജി ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് അവിടെയുള്ള ഏരിയാസിന് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു കാടാണെന്ന് വിചാരിക്കും, കാട്ടിലോട്ട് ഇപ്പോൾ വയറുകളൊന്നും കണക്ഷൻ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആ റൂട്ട് ഏരിയയിൽ പോയി ഒരു സോളാർ എനർജിയുടെ സിസ്റ്റം പിടിപ്പിക്കും, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബാറ്ററി ഒക്കെ ഉണ്ടാക്കി വെക്കും, അതിൽ നിന്ന് ഇവർക്ക് എനർജി കിട്ടും. അപ്പൊ ഇതിനൊരു ആക്ച്വലി ഒരു ഹെൽപ്പ് ഉണ്ട്. എന്താ? ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷനെ ഹെൽപ്പ് ചെയ്യും, അവിടുത്തെ ഹെൽത്ത് ഫെസിലിറ്റീസും ഹെൽപ്പ് ചെയ്യാൻ, ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഓവറോൾ ഒരു ഡെവലപ്മെന്റിന് ഈ ഒരു സ്കീം, സൗഭാഗ്യ സ്കീം, കാരണമായിട്ടുണ്ട്. ദെൻ അടുത്ത സ്കീം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഉജ്വല യോജന എന്ന് പറയുന്നത് എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ഫ്രീ LPG കണക്ഷൻസ് അവിടുത്തെ ഒരു വുമണിന് കൊടുക്കും. അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലെ ഒരു വുമൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള ഫാമിലീസിലെ പ്രധാനമായിട്ടും അവിടുത്തെ മെയിൻ വുമണി എന്ത് ചെയ്യും? ഒരു ഡെപ്പോസിറ്റ് ഫ്രീ ആയിട്ടുള്ള LPG കണക്ഷൻ കൊടുക്കും. അപ്പൊ അതുവഴി ഇവർക്ക് എന്ത് ചെയ്യും? ഒരുപാട് ഹെൽപ്പ് ഉണ്ട്. ഒന്നാമത്തെ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിസിറ്റി, ഒരു എനർജി സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നത് മാത്രമല്ലാണ്ട് ദിസ് ഹാവ് സം സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്. ഒന്നാമത്തെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് ഇംപ്ലിക്കേഷൻസ് ഓൾസോ. നമ്മൾ LPG കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പൊല്യൂഷൻ വീടിനകത്ത് കുറവായിരിക്കും. പൊതുവെ നമ്മൾ റൂറൽ ഏരിയാസിനൊക്കെ വീടിനകത്ത് ഇപ്പം കിച്ചണിൽ നമ്മുടെ ഫയർവുഡ് വിറകൊക്കെ വെച്ച് കത്തിക്കും, അല്ലെങ്കിൽ ഡങ് കേക്ക് എന്ന് പറയും, മീൻസ് കൗ വേസ്റ്റിന്റെ ഇതൊക്കെ ഉണക്കിയിട്ട് അതൊക്കെ ആയിട്ടും കത്തിക്കുന്നുണ്ടാവും. ആക്ച്വലി പൊല്യൂഷൻ ഭയങ്കരമായിട്ട് വീടിനകത്ത് തന്നെ ഇൻഡോർ പൊല്യൂഷൻ ഭയങ്കര കൂടുതലായിരുന്നു. എന്നാൽ ഈ ഉജ്വല യോജന വന്നപ്പോൾ ഈ ഇൻഡോർ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പായിട്ടുണ്ട്. ഓക്കെ, ഈ സ്കീം കൊണ്ടുവന്നേക്കുന്നത് 2016 മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, ഇതുവഴി ക്ലീൻ കുക്കിംഗ് ഫ്യൂവൽ നമ്മൾ കൊടുക്കുന്നു, ഇൻഡോർ എയർ പൊല്യൂഷൻ നമ്മൾ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ ഈ ഒരു LPG കണക്ഷൻ കൊടുക്കുന്ന ആ വീട്ടിലെ സ്ത്രീകൾക്കാണ്. സോ ദിസ് ഈസ് ഹെൽപ്പിംഗ് ഫോർ വുമൺ എംപവർമെന്റ്. ഓക്കെ, ദെൻ ഇനീഷ്യലി നമ്മൾ കൊടുത്തിരുന്നത് BPL കാറ്റഗറിയിലുള്ള വുമണിന് വേണ്ടി മാത്രമായിരുന്നു. 2011 BPL കാറ്റഗറിയിലുള്ള വുമണിന് മാത്രമായിരുന്നു. ഇപ്പോൾ അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് SC ST ഹൗസ് ഹോൾഡ്, അന്ത്യോദയ അന്നയോജന ബെനിഫിഷ്യറീസ്, ഫോറസ്റ്റ് ഡ്വല്ലേഴ്സ്, ഇവർക്കെല്ലാവർക്കും കൂടി ഇപ്പോൾ ഈ ഒരു സ്കീമിന്റെ കീഴിൽ ബെനിഫിറ്റ് കിട്ടും. ഞാൻ പറഞ്ഞിരിക്കുന്ന കേസുകളൊക്കെ തന്നെയാണ്. ദെൻ ഉജ്വല 2.0 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദെൻ LPG, അതായത് ഫസ്റ്റ് LPG റീഫിൽ ചെയ്ത് കൊടുക്കില്ലേ, അതിന് മുതൽ ഫ്രീ ആണ്. ഓക്കെ, ഉജ്വല 2.0 കുറച്ച് കൊണ്ടുവന്നു. പിന്നെ ഫ്രീ ഹോട്ട് പ്ലേറ്റ്, അതായത് നമ്മുടെ സ്റ്റൗ ഇല്ലേ, ഇത് മുതൽ ഫ്രീ ആയിട്ട് ലഭിക്കും അവർക്ക് LPG കണക്ഷൻ കാരണമൊക്കെ എടുക്കുമ്പോൾ സ്റ്റൗ. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ദ സ്കീം. ആൻഡ് ഈ ന്യൂസ് ചുരുക്കി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എനർജി സെക്യൂരിറ്റി നമ്മൾ ഉറപ്പ് വരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെയും that have also some social and environmental implications.
ഓക്കെ. The next news is about on curbing young adults on social media. അതായത് യു കെ എടുത്തൊരു പോളിസി ആയിട്ട് വന്നു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വുഡ് നോട്ട് ബി അവൈലബിൾ. ഓക്കെ, അവർക്ക് ഇനി കിട്ടത്തില്ല. അപ്പോൾ ഇത് ആക്ച്വലി ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് പല രാജ്യങ്ങളും എടുത്തിട്ടുണ്ട് ഓൾറെഡി. ലൈക്ക് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഫ്രാൻസ്, കാനഡ, ഇതുപോലുള്ള പല രാജ്യങ്ങളും ഓൾറെഡി ഇതുപോലുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പക്ഷെ ഇതുപോലെ ആക്ച്വലി ഒരു കംപ്ലീറ്റ് ബാൻ ചെയ്യുന്നു എന്നതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? റിയലി എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? അതായത് വേറെ വല്ല പ്രശ്നത്തിലോട്ട് നയിക്കുമോ? നോക്കാം. ഓക്കെ, ഇത് നമുക്ക് എത്തിക്സിലോട്ടും എസ്ഐയിലോട്ടും കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഏത് ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് GS പേപ്പറിന്റെ അല്ലെങ്കിൽ നമ്മുടെ മെയിൻസിന് എവിടെയാണ് കൂടുതൽ ഹെൽപ്പ് ആകുന്നതെന്ന് എഴുതി വെച്ചു. ഇപ്പം GS പേപ്പർ 2, GS പേപ്പർ 3 അല്ലെങ്കിൽ എത്തിക്സ് ആൻഡ് ഇന്റഗ്രിറ്റി, ഈ പിന്നെ എസ്ഐ, ഇവിടെയൊക്കെ ഈ ന്യൂസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സിലബസിനായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യു ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, എന്നിട്ട് ഐഡന്റിഫൈ ചെയ്ത് എവിടെയാണ് ഏത് GS പേപ്പറിലാണ് നമുക്ക് ഹെൽപ്പ് ആകുന്നത്. സോ എന്തുകൊണ്ട് ഇത് ആക്ച്വലി ബാൻ ചെയ്യുന്നവർ? എന്തുകൊണ്ടാണ് 16 വയസ്സുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് ആക്സസിബിൾ അല്ല എന്ന് പറയുന്നത്? ബിക്കോസ് ഈ സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ വരുന്നുണ്ട് ആക്ച്വലി കുട്ടികൾക്ക്. ഇറ്റ് എഫക്റ്റിംഗ് ദെയർ മെന്റൽ ഹെൽത്ത്. പിന്നെ ഇതുപോലെ സൈബർ ബുള്ളിങ് പോലുള്ള സൈബർ ക്രൈമിലോട്ട് കുട്ടികളെ നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇരകളാകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവസി, ഓൺലൈൻ സേഫ്റ്റി ഇഷ്യൂസ് നേരിടുന്നുണ്ട്. എക്സ്പോഷർ ടു ഹാർംഫുൾ കണ്ടന്റ്, അതായത് ആ കുട്ടികൾ അറിയേണ്ട കണ്ടന്റ് അല്ല, ഓക്കെ, ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളോട്ടും ഇവർക്ക് ആക്സസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അതിൽ ഒരു നിയന്ത്രണം വേണം. പക്ഷെ നിയന്ത്രണം കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ അതൊരു സെക്സിസ്റ്റിംഗ് ഡിബേറ്റ്. ഓക്കെ, അതായത് ചൈൽഡ് പ്രൊട്ടക്ഷൻ വിത്ത് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് ഡിജിറ്റൽ ലേണിംഗ്. നമ്മൾ ഇതുപോലെയുള്ള കംപ്ലീറ്റ്ലി ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി ചൈൽഡ് പ്രൊട്ടക്ഷൻ ആണ് നയിക്കുക, അതോ നമുക്ക് ഡിജിറ്റലി കുറേ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് കുട്ടികൾ പഠിക്കുന്നുണ്ട്, ലേൺ ചെയ്യുന്നുണ്ട്, അതിന് ബാധിക്കില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ നമ്മളൊരു ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഈ ഒരു ബാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് മുന്നിൽ കാണുന്നത്? ഇത് ആക്ച്വലി നമ്മൾ 16 വയസ്സിൻ്റെ ആൾ കുട്ടികൾക്ക് ഇതാകുമ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ അവിടെ ആദ്യം ചോദിക്കും, നമ്മുടെ ഏജ് എത്രയാണ്? ഓക്കെ, ഏജ് 16 വയസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, പേര് കൊടുക്കുക, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കും. ഒന്നാമത്തെ കേസ് ഇവർക്കത് പറ്റിക്കാം. രണ്ടാമത്തെ കേസ് എന്ത് ചെയ്യാം? ഇവർക്ക് ഇവരുടെ ഫാമിലി മെമ്പേഴ്സ്, പാരൻസിൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ട് വഴി ഇവർക്ക് ആക്സസ് ചെയ്താൽ പോരെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇത് ബാൻ ചെയ്യുന്നത് ആക്ച്വലി എഫക്റ്റീവ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് കുറച്ച് ഉഡായിപ്പ് നമ്മൾ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവില്ല, അതായത് ഏജ് ഒന്നും കാര്യമായിട്ട് ചോദിക്കാത്ത പ്ലാറ്റ്ഫോംസ്, ഒരു ഡാർക്ക് വെബ് എന്നുള്ള രീതിയിൽ ഓക്കെ, നമുക്ക് അത്രയും ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ആപ്പിലോട്ട് ഇവർ പോയില്ലേ. അതായത് ഇപ്പോൾ ലൈക്ക് ഇൻസ്റ്റാഗ്രാം കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കിട്ടിയില്ലെങ്കിൽ ഇത് ഏജ് വെരിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്താത്ത ഏതെങ്കിലും വേറൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനെ പോലെ ആണെങ്കിൽ ആ കുട്ടികൾ ആ ഭാഗത്തോട്ട് പോയില്ലേ, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കില്ലേ? അല്ല, വേറൊരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏജ് കൊടുക്കണം, ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടി വരും കുട്ടികൾക്ക്. 16 വയസ്സിന് താഴെയാണ് മേലോന്ന് അറിയാനായിട്ട്. ദിസ് ഈസ് അഫക്റ്റിംഗ് അവർ പ്രൈവസി. നമ്മുടെ കുറേ പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഈ ആപ്പിനും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, അത് പിന്നെ ഒരു സൈബർ ക്രൈമിലോട്ടൊക്കെ നയിച്ചില്ലേ, മീൻസ് അല്ല, നമ്മുടെ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് വന്നൂടെ? നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ അവൈലബിൾ ആയി കഴിഞ്ഞാൽ അത് സ്റ്റീൽ ചെയ്ത് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് അവർക്ക് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് കൺസേൺസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി കംപ്ലീറ്റ്ലി ബാൻ ചെയ്യുന്നത് ഹെൽപ്പാണോ? അങ്ങനെ ബാൻ ചെയ്യുന്നത് ഹെൽപ്പല്ല എന്നാണ് ആർട്ടിക്കിളിലെ ഓതർ പറയുന്നത്. നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഈ പ്ലാറ്റ്ഫോംസിന്, അതായത് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനാണ് കർബ് ചെയ്യേണ്ടത്. അതിലുള്ള കണ്ടന്റുകളെ കർബ് ചെയ്യണം. അതായത് അതിൽ ചിൽഡ്രൻസിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള കണ്ടന്റുകൾ ഉറപ്പുവരിക, ചിൽഡ്രൻസിന് ഹാർംഫുൾ ആയിട്ടുള്ള കണ്ടന്റുകളൊന്നും കൊടുക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുട്ടികളുടെ ഒട്ടും ആക്സസ് ചെയ്യരുത് എന്ന് പറയുന്നതിലല്ല എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉറപ്പുവരുത്തുക. Okay, responsible for safer platform design, accountable for harmful content, more transparency ഉറപ്പുവരുത്താം ഈ സോഷ്യൽ മീഡിയ കമ്പനീസ്. ഓക്കെ, ദെൻ ചൈൽഡ് ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം ഡിസൈൻ, പ്രൈവസി പ്രൊട്ടക്ഷൻ അതെന്തായാലും നൽകണം. ദെൻ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ഓവർസൈറ്റ്, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഓവർസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ കേസുകൾ പറയാനാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടോ സോഷ്യൽ മീഡിയ വഴി, അതിന് വേണ്ടി ഒരു പ്രത്യേക ഒരു റെഗുലേറ്റർ വേണം നമുക്ക് ആക്ച്വലി. ഇത്തരം കാര്യങ്ങളൊന്നും പറയാം. ദെൻ പറഞ്ഞ കേസ് തന്നെയാണ്, ജസ്റ്റ് വായിച്ചു മതി. ദെൻ ദിസ് ന്യൂസ് ടോക്സ് അബൌട്ട് എ ഡാറ്റ. ജസ്റ്റ് മഗ് അപ്പ് ദ ഡാറ്റ ആൻഡ് സ്കിപ്പ് ദിസ് ന്യൂസ്. ഓക്കെ, എന്ന് പറയാനുള്ളൂ.
ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം 2024 റിപ്പോർട്ട് വന്നു. അത് പ്രകാരം 99% ബർത്തും ഡെത്തുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആക്ച്വലി പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡെത്ത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ഡെത്തുകളെല്ലാം പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കാറില്ല. രജിസ്റ്റർ ചെയ്ത് വെക്കണ്ടേ? കാരണം രജിസ്റ്റർ ചെയ്ത് വെച്ചാലല്ലേ ആക്ച്വലി എത്രത്തോളം ആൾക്കാർ ജനിക്കുന്നുണ്ട്, എത്രത്തോളം ആൾക്കാർ മരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഡെമോഗ്രാഫിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഇത്രത്തോളം ആൾക്കാർ യങ് പോപ്പുലേഷൻ, ഇത്രത്തോളം ആൾക്കാർ ഓൾഡർ പോപ്പുലേഷൻസ് ആണ്, അപ്പോൾ എൽഡർ പോപ്പുലേഷൻ ആണ്. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള പോളിസീസ് ഒക്കെ ഡിസൈൻ ചെയ്യുക, ഹെൽത്ത് ഇന്റർവെൻഷൻസ് നടത്തുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഡാറ്റ വേണം. ലൈക്ക് എത്രത്തോളം ആൾക്കാർ മരിക്കുന്നുണ്ടെന്നും എത്രത്തോളം ആൾക്കാർ ജനിക്കുന്നുണ്ടെന്നും നമുക്കൊരു ഡാറ്റ പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമേ ഗവൺമെന്റിന് പോളിസി ഡിസിഷൻസ് എടുക്കാൻ പറ്റൂ. അപ്പൊ റീസെന്റ് ന്യൂസ് പറയുന്നത് വെച്ചാൽ 99% ഓഫ് ദ ഡെത്ത്സ് ആൻഡ് ബർത്ത് ആർ രജിസ്റ്റേർഡ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, ദെൻ കുറച്ച് ഡാറ്റാസ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് റീഡ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം എത്രത്തോളം 1000 ആൺകുട്ടികൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. കാരണം നമുക്ക് ആക്ച്വലി അത് കുറവാണ് നാഷണൽ ആവറേജ് നോക്കുമ്പോൾ. ആക്ച്വലി നാഷണൽ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് ഈസ് 970 ഗേൾസ് പെർ 1000 ബോയ്സ്. എന്തുകൊണ്ടായിരിക്കും? പല റീസൺസ് ഉണ്ട്. ആക്ച്വലി 1000 കുട്ടികൾ ജനിക്കുമ്പോൾ, 1000 ആൺകുട്ടികൾ ജനിക്കുമ്പോൾ 917 പെൺകുട്ടികൾ ജനിക്കുന്നു. ഇറ്റ് ഓൾസോ ഹാസ് സോ മെനി സോഷ്യൽ ഇംപ്ലിക്കേഷൻസ്. ആക്ച്വലി മീൻസ് സൺ മെറ്റാ പ്രിഫറൻസ് ഒക്കെ നമുക്കുണ്ട്. ഓക്കെ, നമ്മൾ അബോർഷൻ ചെയ്ത് കളയാറുണ്ട്. മീൻസ് പെൺകുട്ടികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതൊന്നും പറ്റില്ല. മീൻസ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കുട്ടിയാണോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ നമുക്ക് അറിയാൻ പറ്റും പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് സൺ മെറ്റാ പ്രിഫറൻസ് ഒക്കെ ഒഴിവാക്കാനും ഇല്ലീഗലായിട്ട് അബോർഷൻ ഒക്കെ ഒഴിവാക്കാനൊക്കെ വേണ്ടി ഒരുപാട് ഇനീഷ്യേറ്റീവ് നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മുടെ നാഷണൽ ലെവലിലെ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് എന്ന് പറയുന്നത് ഈസ് 917 ഗേൾസ് പെർ 1000 ബോയ്സ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കൺട്രി ഒരു സ്റ്റേറ്റ്സിൽ നോക്കുകയാണെങ്കിൽ നാഷണൽ ആവറേജ് ആണ് പറഞ്ഞേക്കുന്നത്. സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോൾ കേരളം കുഴപ്പമില്ല. ഓക്കെ, 970 ഉണ്ട്. ഏറ്റവും അടിപൊളിയായിട്ട് ഈ സെക്സ് റേഷ്യോ ബർത്ത് ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. 1000 ബോയ്സിന് 1050ഓളം ഗേൾസ് അവിടെ ഉണ്ടാകുന്നുണ്ട്, മീൻസ് ജനിക്കുന്നുണ്ട്. ദെൻ ലോവസ്റ്റ് സെക്സ് റേഷ്യോ ബർത്ത് ഉള്ള രാജ്യം മീൻസ് സംസ്ഥാനങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, എന്നാൽ ഏറ്റവും കുറവ് എന്നാൽ ഈ സെക്സ് റേഷ്യോ ബർത്ത് ഏറ്റവും കുറവ് വരുന്നത് ഹരിയാനയിലാണ്. 834 ഗേൾസ് പെർ 1000 ബോയ്സ്. ഓക്കെ, ദെൻ പക്ഷെ ഹരിയാനയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതെല്ലാ സംസ്ഥാനവും നടക്കുന്നത്. ഹരിയാനയിൽ ബർത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ 69% ഓഫ് ബർത്തും അർബൻ ഏരിയയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടോട്ടൽ ബർത്ത് റേറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നത് 69% അർബൻ ഏരിയയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അതായത് അർബൻ ഏരിയയിൽ മാത്രമേ ഈ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുള്ളൂ. റൂറൽ ഏരിയയിൽ ഈ എത്രത്തോളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടുള്ള ഡാറ്റാസ് അവൈലബിൾ ആകുന്നില്ല. അപ്പോൾ വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? ഓക്കെ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഹൈ രജിസ്ട്രേഷൻ ലെവൽ. ഓക്കെ, നമ്മൾ മീൻസ് ഹൈ രജിസ്ട്രേഷൻ ലെവൽ വേണം. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ആൻഡ് ഡെമോഗ്രാഫിക് പ്ലാനിങ്. നമുക്ക് ഇവരുടെ പോപ്പുലേഷനെ കുറിച്ച് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ പോലല്ലേ നമുക്ക് പ്ലാനിങ് നടത്താൻ പറ്റും. ഡെലിവറി ഓഫ് വെൽഫെയർ സ്കീംസ്, പബ്ലിക് ഹെൽത്ത് സർവൈലൻസ്. അതായത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം നമ്മുടെ നമ്മുടെ പോപ്പുലേഷൻ്റെ കോമ്പോസിഷനൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് അതിനനുസരിച്ചുള്ള വെൽഫെയർ സ്കീംസ് ഇവർക്ക് എന്താ ഡിമാൻഡ് അനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ രജിസ്ട്രേഷൻ, ഈ ഡെത്ത് ആൻഡ് ബർത്തിന്റെ രജിസ്ട്രേഷൻ കൂടുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലെ ട്രിവാൻഡ്രം എഡിഷനിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ വേണ്ടി വന്നിരുന്ന ന്യൂസുകൾ ഇതൊക്കെയാണ്. ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ വി ആർ ഗിവിങ് എ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, കറണ്ട് അഫയേഴ്സ് ബേസ്ഡ്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന് ബേസ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. You can answer this and you can send it to the email ID newspaper@civil360@gmail.com. ഈ മെയിലോട്ട് അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ 24 hours ഈ പേപ്പർ നിങ്ങൾ അയച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. ഫീഡ്ബാക്ക് ഇൻ ദ സെൻസ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസർ പേപ്പറിൽ തന്നെ ഫീഡ്ബാക്ക് എഴുതി പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ,
then write this question and send. Okay, thank you.